അലീനയും ബാലചന്ദ്രനും സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരുപാട് നേരം ഒന്നും സംസാരിച്ചില്ല കേട്ടോ. കുറേ ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അലീന ചോദിച്ചു, അച്ഛാ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? സ്ഥലത്തിൻ്റെ പേര് മാത്രമല്ലേ അച്ഛൻ പറഞ്ഞുള്ളൂ. ജോലിക്കാണോ? എവിടെയുള്ളവരാ, എങ്ങനെയുള്ളവരാ എന്നൊക്കെ എനിക്കൊന്ന് അറിയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, പറയാം, ഇപ്പോൾ പറയാൻ പറ്റിയ സമയം തന്നെയാണ്. നീ അത് ചോദിക്കാതെ തന്നെ ഞാൻ പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? നീ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം എന്താ? അലീന ഒരു നിമിഷം മൗനമായി എഴുന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു നല്ല ഭക്ഷണം, നല്ല ഉടുപ്പൊക്കെ. അതിനൊക്കെ വേണ്ടി ഒരുപാട് ഞാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അറിവായപ്പോൾ ഞാൻ അതൊക്കെയുമായി പൊരുത്തപ്പെട്ടു. ഇപ്പോഴും അതിനു മുൻപുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അച്ഛനെയും അമ്മേനെയും ഒരു നോക്ക് കാണാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അമ്മയെ കണ്ടു, ഇനിയിപ്പോൾ എനിക്ക് ആരെയും കാണണമെന്ന് ആഗ്രഹമില്ല അച്ഛാ എന്ന് പറയുകയാണ്. അങ്ങനെ പറയരുത് മോളെ, നിൻ്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി. അതുകൂടാതെ നിൻ്റെ അമ്മയ്ക്ക് ഇന്നും അറിയില്ല നീ അവളുടെ മകളാണെന്ന്. പിന്നെ നിന്നെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നിൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ്. അലീന ഞെട്ടിത്തെറിച്ച് പോവുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അച്ഛൻ്റെ അടുത്തേക്കോ? അലീന അതിശയത്തോടെ നോക്കി. പക്ഷേ ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചത് അലീനയുടെ മുഖത്ത് വളരെയധികം സന്തോഷമായിരിക്കുമെന്നാണ്. അലീന ആ ഞെട്ടൽ മാറിയതോടുകൂടെ അലീന ആകെ നിരാശയിലിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ കാറ് നിർത്തി. എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി? ഞാൻ കരുതി നിനക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പം വളരെയധികം സന്തോഷമാകുമെന്നാണ്. ഇതെന്താ ഇപ്പോൾ നിരാശയിലിരിക്കുന്നത്? അപ്പോൾ അലീന പറഞ്ഞു, വേണ്ടായിരുന്നു അച്ഛാ, എനിക്കിനി ഞാൻ പറഞ്ഞില്ലേ അമ്മയെ കണ്ടതോടുകൂടി എനിക്ക് മതിയായി. എന്തിനാ വെറുതെ അച്ഛനെയും കൂടെ കാണുന്നേ? എനിക്കിപ്പോൾ ഒരു അച്ഛനുണ്ടല്ലോ. ഇനിയിപ്പോൾ സ്വന്തമായിട്ടൊരു അച്ഛനിനി വേണമെന്നില്ല. എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ എൻ്റെ അവസ്ഥ? എൻ്റെ അമ്മയെ കാണാൻ ആഗ്രഹത്തോടെ വന്നിട്ട് ഇപ്പോൾ എന്തായി? ലാസ്റ്റ് എൻ്റെ ഗതി ഇങ്ങനെയായില്ലേ? ഇനി അച്ഛൻ്റെ അടുത്ത് പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ അവസ്ഥ? അച്ഛനും അമ്മയെ പോലെ തന്നെ ഒരു കുടുംബമൊക്കെ ഉണ്ടാകും. അവിടെയും എന്നെ കയറ്റാൻ കഴിയില്ല. ഞാൻ എപ്പോഴും എല്ലായിടത്തും ഒരു അധികപ്പറ്റ് മാത്രമായിരിക്കും. അതുകൊണ്ട് വേണ്ടിയിരുന്നില്ല. അച്ഛൻ എന്തിനാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്ന് അലീന ചോദിക്കാൻ കേട്ടോ. മോളെ, നിന്നെ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു വിടാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്നുള്ളത് നിനക്കറിയാമല്ലോ. നിൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എൻ്റെ അടുത്തുനിന്ന് നീ പോകുമ്പോൾ ഇനിയും വേലക്കാരിയെ ജീവിക്കാൻ പാടില്ല. മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോയി കഷ്ടപ്പെടാനും പാടില്ല. നിനക്ക് അവകാശപ്പെട്ട, നിനക്ക് ജന്മം നൽകിയ ഒരിടത്ത് തന്നെ വേണം നീ എത്താൻ വേണ്ടി. നിൻ്റെ അച്ഛനെ കണ്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഓക്കെ പറഞ്ഞു, നിന്നെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത്. അദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ട് നിന്നെ കൊണ്ടുപോകില്ലായിരുന്നു. ഇനിയും അദ്ദേഹം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ നിമിഷം എന്നെ വിളിക്കുവാനും ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോളൊട്ടും തന്നെ ഭയപ്പെടേണ്ട. അമ്മയുടെ കൂടെയുള്ള അവസ്ഥയായിരിക്കില്ല നിൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ. ബാലചന്ദ്രൻ അലീനയെ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുവെങ്കിലും അലീനയ്ക്ക് ഒട്ടും സമാധാനം വന്നില്ല. ആരെയും ഒരിക്കലും ദ്രോഹിക്കരുതെന്നാണ് ബ്രിജിത്താമ്മമ്മി പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ വലിയൊരു ദ്രോഹമാണ് എൻ്റെ അമ്മയോട് ചെയ്തത്. എൻ്റെ അമ്മയുടെ ജീവിതം നശിപ്പിച്ചു. ഇനി എൻ്റെ അച്ഛൻ്റെ ജീവിതം കൂടി നശിപ്പിക്കുവാനാണോ എൻ്റെ ഉദ്ദേശമെന്ന് സ്വയം ചിന്തിച്ചു പോവുകയാണ് അലീന. അലീന അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയും ഒരുപാട് പ്രതീക്ഷയോടു കൂടിയായിരുന്നു പോയിരുന്നത്. പക്ഷേ ആ സന്തോഷവും പ്രതീക്ഷയൊന്നും അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അലീനയ്ക്കില്ല. അതുമാത്രമല്ല, ബാലേന്ദ്രൻ പെട്ടെന്ന് അച്ഛനുണ്ടെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു അച്ഛനെ കിട്ടിയപ്പോൾ അതും അലീനയ്ക്ക് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിരുന്നു. അച്ഛൻ പറയുന്നതൊക്കെ സത്യം തന്നെ ആയിരിക്കുമോ? എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്? ബാലചന്ദ്രൻ്റെ കാറ് സ്റ്റാൻലിയുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിർത്തി കേട്ടോ. അലീനയും ബാലചന്ദ്രനും പതുക്കെ കാറിൽ നിന്നും ഇറങ്ങി. ബാലചന്ദ്രന് പേടിയുണ്ടായിരുന്നു മുറ്റത്തേക്ക് ഇറങ്ങാൻ. കാരണം അവിടെ നിറച്ചും പട്ടികളാണല്ലോ. അവരെ കണ്ടപ്പോഴേക്കും 2-3 പട്ടികൾ ഓടി വന്നു. പണിക്കാരൻ പെട്ടെന്ന് ഓടി വന്ന് അവരെ പിടിക്കാൻ ഭാവിച്ചതും അലീന ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അലീന ഇത് കണ്ടതും ആ പട്ടികളെല്ലാം ഓടി വന്ന് അലീനയുടെ കൈയും കാലുമെല്ലാം മണപ്പിച്ച് വാലും ആട്ടിക്കൊണ്ട് നിന്നു. സ്റ്റാൻലിയുടെ പണിക്കാരൻ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇതുവരെ കാണാത്ത ആളുമായി പട്ടികൾ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഇണങ്ങിയത്? അവരുടെ കളി കണ്ട വിചാരിക്കും ഇത്രയും നാൾ ഈ കുട്ടി ഇവിടെയാണ് താമസിച്ചതെന്ന്. അതുപോലെ സ്നേഹത്തിലാണ് അലീനയോട് പട്ടികൾ പെരുമാറുന്നത്. അലീന തിരിച്ചും. അലീനയുടെ മുഖം കണ്ടപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ ചിന്തിച്ചു പോയി. ആഹാ, എന്താണ് നിങ്ങൾക്ക്? എന്നെ കണ്ടിട്ടാണോ ഓടി വന്നത്? നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ച് അലീന അവരെ കെട്ടിപ്പിടിച്ചു കേട്ടോ. പട്ടികളാണെങ്കിലും അലീനയെ കണ്ട് ചേർന്ന് നിൽക്കുകയാണ്. അവിടുത്തെ പണിക്കാരനാണെങ്കിൽ അലീനയെ കണ്ട് വായി തുറന്ന് നിന്നുപോയി. ബാലേന്ദ്രനാണെങ്കിൽ സമാധാനമായി. അലീനയുടെ കൂടെ ചെന്നതുകൊണ്ട് ഇനി പട്ടികളൊന്നും പേടിക്കണ്ട. അവരുടെ കൂടെയുള്ള ആളെന്നുള്ള പരിഗണന എനിക്കും കിട്ടുമെന്ന് ബാലേന്ദ്രൻ സ്വയം ചിന്തിച്ചു. പട്ടികളോട് സംസാരിക്കുന്നതിനിടയിൽ അലീന വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് നോക്കി. അപ്പോഴാണ് അലീന ആ കാഴ്ച കണ്ടത്. സ്റ്റാൻലി നടന്നു വരികയാണ് കേട്ടോ. അലീന പട്ടികളെ വിട്ട് പതുക്കെ എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അദ്ദേഹവും അലീനയുടെ മുഖത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. കുട്ടിക്കാലം മുതലേ കാണുവാൻ ഒരുപാട് കൊതിച്ച മുഖമായിരുന്നു ഇത്. എൻ്റെ സ്വന്തം അച്ഛൻ.
ഞാനിത് സ്വപ്നം കാണുകയാണോ അതോ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി നടക്കുന്നതാണോ എന്ന് അലീനയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. പഴയ കേണലായതുകൊണ്ട് തന്നെ മുഖത്തെ ഗൗരവത്തിന് ഒട്ടും കുറവില്ല. അലീനയുടെ സ്നേഹത്തിൽ പെരുമാറുമോ എന്നൊരു സംശയത്തിലായിരുന്നു ബാലചന്ദ്രൻ. സ്റ്റാൻലിക്ക് ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അറിയാത്ത പ്രകൃതമാണെന്ന് തോന്നുന്നു എന്ന് ബാലചന്ദ്രൻ സ്വയം ചിന്തിച്ചു. എങ്കിലും സാരമില്ല, അവൾക്ക് അവളുടെ സ്വന്തം അച്ഛനെ കിട്ടിയല്ലോ. അവളുടെ ആഗ്രഹം എനിക്ക് തന്നെ സാധിപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇതല്ല ഇതിനപ്പുറവും സാധിച്ചു കൊടുക്കണം. അത്രയ്ക്കും കടപ്പാടുണ്ട് എനിക്ക് അവളോട് എന്ന് ബാലചന്ദ്രൻ സ്വയം സമാധാനിച്ചു. സ്റ്റാൻലി ബാലചന്ദ്രനെയും അലീനയും അകത്തേക്ക് ക്ഷണിച്ചു കേട്ടോ. അപ്പോഴാണ് അലീന ശ്രദ്ധിക്കുന്നത് സ്റ്റാൻലിയുടെ രണ്ട് വശത്തും വലിയ രണ്ട് പട്ടികളുണ്ട്, ബോഡി ഗാർഡിനെ പോലെ. കുട്ടിക്കാലം മുതലൊക്കെ ബ്രിജിത്താമ്മയടക്കം പലർക്കുമുള്ള സംശയമായിരുന്നു, എനിക്കെന്തുകൊണ്ടാണ് പട്ടികളോട് ഇത്രയും ഇഷ്ടം? അവരെന്താണ് എന്നെ കാണുമ്പോൾ സ്നേഹത്തോടെ അടുത്തേക്ക് വരുന്നത്? എത്ര ശൗര്യമുള്ള പട്ടികൾ പോലും എൻ്റെ അടുത്ത് വന്ന് പൂച്ചയപ്പോൾ നിലയ്ക്ക് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. എൻ്റെ സ്വന്തം അച്ഛനിൽ നിന്നുമാണ് എനിക്ക് പട്ടികളെ സ്നേഹിക്കാനുള്ള കഴിവ് കിട്ടിയത്. ഇനി എന്തൊക്കെ അച്ഛൻ്റെ സ്വഭാവങ്ങൾ എനിക്കുണ്ടാകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും അമ്മയുടെ സ്വഭാവം ഒട്ടും തന്നെ ഇല്ല എന്ന് അലീന സ്വയം ചിന്തിച്ചു. അകത്തേക്ക് കടന്നപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ വീടിൻ്റെ ചുറ്റിനും നോക്കി. മുൻപ് അവിടെ ചെന്നപ്പോൾ ഒരു അന്ധകാരം പിടിച്ച വീട് പോലെയായിരുന്നു. ഇപ്പോൾ നല്ലൊരു വെളിച്ചം വന്നിരിക്കുന്നു, നന്നായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. സ്വന്തം മകളെ സ്വീകരിക്കാൻ വേണ്ടി സ്റ്റാൻലി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ മനസ്സിലായി. ബാലചന്ദ്രനും അലീനയും സോഫയിൽ പോയിരുന്നപ്പോൾ അലീനയുടെ അടുത്തേക്ക് വാലുമാട്ടിക്കൊണ്ട് ഒരു പട്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ. അലീന അതിൻ്റെ മുഖത്ത് തോണ്ടി. അതും തിരിച്ച് അലീന എടുത്ത് സ്നേഹത്തോടെ പെരുമാറി. അത് കണ്ട് സ്റ്റാൻലിയും അലീനയെ അതിശയത്തോടെ നോക്കി. മോൾക്ക് എൻ്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ടല്ലോ, പട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ എന്ന് ബാലചന്ദ്രനോട് സ്റ്റാൻലി പറയുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ, ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവൾക്ക് എങ്ങനെയാണ് ഈ ഒരു സ്വഭാവം കിട്ടിയതെന്ന്. ഇപ്പോഴല്ലേ അതിനുള്ള ഉത്തരം കിട്ടിയത്. ഇതിനു മുൻപൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിനടുത്തൊരു പട്ടിയുണ്ട്, റിങ്കു എന്നാണ് അതിൻ്റെ പേര്. ഇത്രയും വർഷം ഞങ്ങളവിടെ ജീവിച്ചിട്ടും ഞങ്ങൾ അതിനെയോ അത് ഞങ്ങളെയോ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഇവൾ വന്നതും ആ പട്ടി പിന്നെ മതിൽ ചാടി വരാൻ തുടങ്ങി. എന്നിട്ട് ആ പട്ടിയുടെ ഓണർ ഞങ്ങളെ ആദ്യം വഴക്ക് പറയുകയൊക്കെ ചെയ്തു. പിന്നീട് ഒരു ദിവസം ഇവൾക്കൊരാപത്ത് സംഭവിച്ചപ്പോൾ ആ പട്ടിയാണ് ഇവളെ രക്ഷിച്ചത്. എന്താപത്താണ് അലീനയ്ക്ക് സംഭവിച്ചത് എന്ന് സ്റ്റാൻലി ചോദിക്കാൻ കേട്ടോ. അതൊക്കെ അച്ഛനും മോളും വെറുതെ ഇരിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. പക്ഷേ അപ്പോഴും അലീനയുടെ മുഖത്ത് ചിരിയൊന്നും കണ്ടില്ല. ബാലേന്ദ്രൻ മനസ്സിലായി അലീനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വന്നത്, അവൾക്ക് ആകെ ഒരു അസ്വസ്ഥതയുണ്ടെന്ന്. എന്നിട്ട് പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, സമയമായി, ഇനി തിരിച്ചങ്ങെത്തുമ്പോഴേക്കും രാത്രിയാകും. അത് കേട്ടതും അലീന പേടിയോടുകൂടി ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അച്ഛൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ എന്നൊരു മുഖഭാവമായിരുന്നു അലീനയ്ക്ക്. ബാലേന്ദ്രൻ അത് മനസ്സിലായി. ബാലചന്ദ്രൻ എഴുന്നേറ്റപ്പോൾ സ്റ്റാൻലിയും എഴുന്നേറ്റ് ബാലചന്ദ്രന് കൈ കൊടുത്തു. നിങ്ങൾ വലിയ മനസ്സിന് ഉടമയാണ് ബാലചന്ദ്ര, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ആർക്കും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വന്തം ഭാര്യയുടെ പൂർവ്വകാല കഥകൾ അറിഞ്ഞാൽ ആദ്യം ശത്രുത തോന്നുന്ന രണ്ടു പേരാണ് നമ്മൾ രണ്ടും. എന്നിട്ടും ബാലേന്ദ്രൻ എൻ്റെ മകളെ ചേർത്ത് പിടിച്ചു, സ്വന്തം അച്ഛൻ്റെ സ്നേഹം നൽകി. എൻ്റെ അടുക്കലേക്ക് ഏൽപ്പിക്കുമ്പോഴും ഒരു രാജകുമാരിയെ പോലെ ഒരുക്കിയാണ് നിങ്ങളെ കൊണ്ടുവന്നത്. എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം വിഷമമുണ്ട് ഇവളെ പിരിയാനെന്ന്. ഞാൻ എൻ്റെ മോളുമായി പിരിയുന്നില്ല സ്റ്റാൻലി. ഞാൻ എൻ്റെ മകളെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയുമല്ല. എനിക്കൊട്ടും മനസ്സുകൊണ്ടിട്ടല്ല ഞാൻ ഇവളെ ഇവിടെ ഏൽപ്പിക്കുന്നത്. എൻ്റെ മോളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. നാളെ ഇവൾ വിളിച്ച് എന്നോട് അച്ഛ എന്നെ കൂട്ടിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിയെത്തും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ സ്റ്റാൻലി. നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ ആ നിമിഷം എന്നെ അറിയിച്ചോളണം. എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോയിക്കളാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ കണ്ണ് തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അലീനയും ബാലചന്ദ്രൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. അവൾ ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ചോദിച്ചു, അച്ഛൻ പോവുകയാണോ? എനിക്ക് സങ്കടം വരുന്നുണ്ട്. മോളെ കരയല്ലേ, ഞാൻ നിൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുക്കാണ് നിന്നെ ആക്കിയത്. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോവുകയല്ലല്ലോ. തൽക്കാലം എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. സ്റ്റാൻലി ഇതെല്ലാം മാറി നിന്ന് നോക്കുകയാണ് കേട്ടോ. അച്ഛൻ വീട്ടിലെത്തിയ പാടെ വിളിക്കണേ, കൃത്യമായി മരുന്ന് കഴിക്കണം. അമ്മ തിരിച്ചു വന്നാൽ അമ്മയോട് വഴക്കൊന്നും ഉണ്ടാക്കല്ല്. അച്ഛൻ വഴക്കുണ്ടാക്കിയ പിന്നെ ഞാൻ ഈ മാറി നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നിങ്ങൾ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ, അതിനെക്കുറിച്ച് നീ കൂടുതൽ സംസാരിക്കേണ്ട അലീന. ഞാൻ എന്തായാലും അവളോട് വഴക്കിനൊന്നും പോകില്ല, അത്രയും ഒരു വാക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ കാറിൽ കയറിപ്പോയി. ബാലചന്ദ്രൻ്റെ കാറ് കണ്ണിൽ നിന്നും മറയുന്നത് വരെ അലീന അവിടെ തന്നെ നിന്നു. സ്റ്റാൻലി അകത്തേക്ക് പോയി കേട്ടോ. അലീന പിന്നെ അവിടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. എന്നാൽ അലീനയെ തേടി രണ്ട് പട്ടികൾ വന്നു കേട്ടോ. അവർ ശരിക്കും അലീനയെ വിളിക്കാൻ വേണ്ടി വന്നതുപോലെ തന്നെ അലീനയ്ക്ക് തോന്നി. അലീന നടക്കാൻ തുടങ്ങിയതും അവരും കൂടെ നടന്നു. സ്റ്റാൻലിയുടെ പണിക്കാരൻ അലീനയുടെ ബാഗും പെട്ടികളൊക്കെ എടുത്ത് അലീനയോട് റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അലീന അയാളുടെ കൂടെ ചെന്നു കേട്ടോ. റൂമിലെത്തിയതും അലീന അതിശയപ്പെട്ടുപോയി. വലിയ റൂം, വലിയ കട്ടിൽ, AC, TV എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അലീന എല്ലാം ഒന്ന് നോക്കി ആകെ തരിച്ചു നിന്നു.
കടപ്പാട്ടൂർ വീട്ടിലുള്ളതിനേക്കാൾ വലിയ മുറികളാണല്ലോ ഈ വീട്ടിലുള്ളത് എന്ന് അലീന ചിന്തിച്ചു. ഒന്ന് റെഡിയായിട്ട് വന്നോളൂ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് പണിക്കാരൻ അലീനയുടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. പണിക്കാരൻ്റെ മനസ്സ് മുഴുവൻ ഇതാരായിരിക്കും എന്ന ചിന്തയിലായിരുന്നു. ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. സ്റ്റാൻലിയുടെ ബന്ധുവാണെങ്കിൽ എല്ലാവരെയും അത്യാവശ്യം അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതാരായിരിക്കും? പട്ടികളെ കാണുമ്പോൾ അവർക്ക് നല്ല പരിചയവും തോന്നുന്നുണ്ട്. ആരായിരിക്കുമെന്ന് ഒരെത്തും പിടിയും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഒന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ സ്റ്റാൻലിയെ ഓർത്തപ്പോൾ പേടിയായിട്ട് അലീനയോടൊന്നും ചോദിച്ചില്ല. അലീനയ്ക്ക് ആ വലിയ റൂമിനുള്ളിൽ ഇരുന്നപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയേട്ടോ. അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കുട്ടികളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആരുമില്ല. അച്ഛനും ഒരു സെർവൻറ്റും പിന്നെ കുറച്ച് പട്ടികളും മാത്രം. വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നുന്നു, വല്ലാത്തൊരു അസ്വസ്ഥത. മിണ്ടാനും പറയാനും ആരുമില്ല. അച്ഛൻ്റെ ഭാര്യയും മക്കളൊക്കെ എവിടെയായിരിക്കും? എന്നെ ഇനിയിപ്പോൾ കണ്ടാൽ എന്തൊക്കെയായിരിക്കും അടുത്ത പ്രശ്നങ്ങൾ എന്നൊക്കെ ഓർത്ത് അലീനയ്ക്ക് പേടിയാവുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അച്ഛൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ലേ? അമ്മ നഷ്ടപ്പെട്ടതിൽ പിന്നെ അച്ഛൻ നിരാശനായി ജീവിക്കുകയാണോ എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ അലീന ചിന്തിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഞാൻ അച്ഛൻ്റെ സ്വന്തം മകളാണെന്ന് അച്ഛൻ അറിയാവുന്നത് കൊണ്ട് അമ്മയെപ്പോലെ എന്നെ ദ്രോഹിക്കില്ലായിരിക്കും എന്നോർത്ത് അലീനയുടെ കണ്ണ് നിറഞ്ഞുപോയി. അന്ന് രാത്രി അലീനയും സ്റ്റാൻലിയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. അച്ഛൻ എത്ര ഉരുളകൾ വാരി തരേണ്ടതായിരുന്നു എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരന്യരെ പോലെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് അലീനയ്ക്ക് ബാലചന്ദ്രൻ്റെ ഫോൺ വന്നത്. അലീന സന്തോഷത്തോടെ ഫോൺ എടുത്തു. അച്ഛാ, അച്ഛൻ വീട്ടിലെത്തിയോ? ഇപ്പോൾ എത്തിയതേ ഉള്ളൂ മോളെ. എല്ലാവരും എന്ത് ചെയ്യുക അച്ഛാ? എല്ലാവർക്കും മോള് പോയതിൻ്റെ സങ്കടത്തിലാണ് ആകെ. മനുവേട്ടൻ പോയോ അച്ഛാ? ഇല്ല, അവൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ കരുതി അവൻ പോയെന്നായിരുന്നു. പക്ഷേ അവൻ കുട്ടികൾക്ക് കൂട്ടു നിൽക്കുകയായിരുന്നു. ആണോ അച്ഛാ? മോൾക്ക് ഓക്കെ ആയോ അവിടെ? ആ, ഓക്കെ ആയി വരുന്നു. അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും കൃഷ്ണജ ഫോൺ വാങ്ങി കേട്ടോ. ചേച്ചി എന്ത് ചെയ്യുക അവിടെ? ചേച്ചിക്ക് അവിടെ ഇഷ്ടപ്പെട്ടോ? അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാ? നല്ലവരാണോ? അപ്പോൾ അലീന പറഞ്ഞു, എല്ലാവരും നല്ലതാണ്, നല്ല സ്നേഹമുള്ളവരാണ്. അങ്ങനെ ബബിതയും രോഹിത്തും മനുവും എല്ലാവരും അലീനയോട് സംസാരിച്ചു കേട്ടോ. ഫോൺ കട്ടായതും അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്റ്റാൻലിയും അലീനെ തന്നെ നോക്കി നിന്നു. സ്റ്റാൻലിക്ക് മനസ്സിലായി അലീന ഒരുപാട് സ്നേഹബന്ധങ്ങൾ ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവിടെ വൈജി ഒഴികെ ബാക്കി എല്ലാവരും അലീനയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പാവം എൻ്റെ മകൾ. അന്ന് ഞാനും വൈജയും പിരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മകൾക്ക് ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ വരില്ലായിരുന്നു. അന്ന് രാത്രി അലീന രേവതിക്കുട്ടിയെ വിളിച്ചു കേട്ടോ. രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയുടെ ഫോൺ കാത്തു നിൽക്കുകയായിരുന്നു. പുതിയ വീട്ടിലെത്തിയിട്ട് എന്തൊക്കെ വിശേഷങ്ങളെന്നറിയാൻ വേണ്ടിയാണ് രേവതിക്കുട്ടിയുടെ കാത്തിരിപ്പ്. ചേച്ചി, എങ്ങനെയുണ്ട് വീടൊക്കെ? കടപ്പാട്ടൂർ വീട് പോലെ തന്നെയാണോ? ആരെങ്കിലും ഉണ്ടോ സ്നേഹമുള്ളവർ? അലീന ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. ഇവിടെ എല്ലാവർക്കും സ്നേഹമാണ് മോളെ. ചേച്ചിക്ക് അവിടെ എന്താ പണി? ഹോം നേഴ്സായിട്ടാണോ വീട്ടുവേലക്കാരിയായിട്ടാണോ? രണ്ടുമല്ല. പിന്നെ എന്തിനാ അവിടെ പോയത്? കടപ്പാട്ടൂർ വേലക്കാരിയായി ജീവിച്ചിരുന്ന എന്നെ ഒരു രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കിയിട്ടാണ് എൻ്റെ അച്ഛൻ ഇവിടെ എന്നെ കൊണ്ടാക്കിയത്. അതിപ്പോഴും രാജകുമാരിയെ തുടരുന്നു. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്കൊന്നും മനസ്സിലായില്ല. ഒന്ന് തെളിച്ച് പറ ചേച്ചി. ചേച്ചി എവിടെയാ? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മോളെ, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ ഒരു വലിയ സത്യം പറഞ്ഞിട്ട് ഇപ്പോഴും ഞെട്ടൽ മാറാതെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അച്ഛനാണ് എൻ്റെ അടുത്ത് ആ വലിയ സത്യം പറഞ്ഞത്. എന്താ ചേച്ചി? ഞാൻ വന്നതേ വീട്ടുപണിക്കോ ഒന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്താണ്. അവിടെയാണ് എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടാക്കിയത്. സ്വന്തം അച്ഛനോ? രേവതിക്കുട്ടി ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അതേ മോളെ, സ്വന്തം അച്ഛൻ. അവിടെയാണ് എന്നെ കടപ്പാട്ടൂർ അച്ഛൻ കൊണ്ടാക്കിയത്. സ്വന്തം അച്ഛൻ എന്ന് പറയുമ്പോൾ 24 വർഷങ്ങൾക്ക് മുൻപ് ചേച്ചിയുടെ അമ്മയുടെ കാമുകനോ? അതാണോ? എന്താ ചേച്ചി അച്ഛൻ്റെ പേര്? സ്റ്റാൻലി ജോസഫ്, കേണലായിരുന്നു. എന്നിട്ട് വേഗം ബാക്കി പറ ചേച്ചി. അദ്ദേഹത്തിന് അറിയോ അദ്ദേഹത്തിൻ്റെ മകളാണ് ചേച്ചിയെന്ന്? അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ അവിടെ ഉണ്ടോ? ഇല്ല, അച്ഛൻ്റെ ഭാര്യയും മക്കളൊന്നും ഇവിടെ കാണുന്നില്ല. ഇത് വലിയൊരു ബംഗ്ലാവാണ്. ഇവിടെ അച്ഛനും അച്ഛൻ്റെ സെർവൻറ്റും പിന്നെ ഒരുപാട് പട്ടികളും മാത്രമേ ഇവിടെയുള്ളൂ. മറ്റാരെയും കണ്ടില്ല. എനിക്കറിയില്ല അവരൊക്കെ എവിടെയാണെന്ന്. അതോ അച്ഛൻ ഇനി ഭാര്യയും മക്കളും ഉണ്ടോയെന്ന് പോലും അറിയില്ല. പിന്നെ അച്ഛൻ എന്നെ അറിയാം. ഞാൻ മകളാണെന്നുള്ള സത്യം അച്ഛൻ മുൻപേ അറിഞ്ഞിരുന്നു. എന്നെ മുൻപ് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കടപ്പാട്ടൂരി അച്ഛൻ ഇതിനു മുൻപ് ഇവിടെ വന്ന് സംസാരിച്ച് ഇങ്ങനൊരു മകളുണ്ടെന്നുള്ള കാര്യം എല്ലാം അറിയിച്ചതിന് ശേഷമാണ് എൻ്റെ അച്ഛൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറായത്. പക്ഷേ എനിക്ക് ആകെ സങ്കടമാണ് മോളെ. ഇനിയിപ്പോൾ അച്ഛന് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്താകും സ്ഥിതി? അവിടുത്തെ കുടുംബം കലക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടെയും ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കടപ്പാട്ടൂർ അച്ഛൻ എന്നോട് ഒന്നും പറയാതെയാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. വരുന്ന വഴിക്കാണ് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞതുപോലും. സാരമില്ല ചേച്ചി, അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട. ഒന്നും കാണാതെയൊന്നും ബാലേന്ദ്രൻ ഞങ്ങൾ ചേച്ചി അവിടെ കൊണ്ടാക്കില്ലല്ലോ. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക.
ഒരുപാട് പട്ടികളൊക്കെയുള്ള വീടാണ് ചേച്ചി. ചേച്ചിക്കെന്ന വലിയ സന്തോഷമായിരിക്കുമല്ലോ പട്ടികളെ കണ്ടതുകൊണ്ട്. അപ്പോൾ സ്വന്തം അച്ഛൻ്റെ സ്വഭാവമാണ് ചേച്ചിക്ക് കിട്ടിയതല്ലേ? പണ്ട് തൊട്ടേ ചേച്ചിക്ക് പട്ടികളെ കാണുമ്പോൾ ഒരു പേടിയുമില്ലല്ലോ. അവിടെ വലിയ പട്ടികളൊക്കെ ഉണ്ടോ? അതേ മോള് ഒരുപാട് പട്ടികളുണ്ട്. ഞാൻ നോക്കിയിട്ട് ഒരു 15 കൂടുതൽ പട്ടികൾ ഈ വീട്ടിലുണ്ടാകും. ആണോ? അവിടെ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ പട്ടികളാണോ ചേച്ചി എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കാനട്ടോ. രേവതിക്കുട്ടിയോട് സംസാരിച്ച് ഫോൺ വച്ചതിന് ശേഷം അലീനയ്ക്ക് വീണ്ടും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. കിടന്നിട്ടും ഉറക്കം വന്നില്ല. ഒരുപക്ഷെ പെട്ടെന്ന് മാറി താമസിച്ചത് കൊണ്ടായിരിക്കാം അലീന തിരിഞ്ഞും മറിഞ്ഞും കിടന്നു.